Hello, welcome to the video. കണ്ണൂർ യൂണിവേഴ്സിറ്റി 4-year അണ്ടർഗ്രാജുവേറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സുകളിൽ പഠിക്കുന്ന എൻറിച്ചിങ് ഇംഗ്ലീഷ്, എൻഹാൻസിങ് ഇംഗ്ലീഷ് എന്നീ രണ്ട് വിഷയങ്ങളുടെ രണ്ട് പേപ്പേഴ്സിൻ്റെ ക്ലാസ്സുകൾ ഈ യൂട്യൂബ് ചാനലിൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. എൻഗേജിങ് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് നൽകണമെന്ന് ആഗ്രഹമുണ്ട്. എങ്കിലും ടെക്സ്റ്റ് എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നൽകാൻ സാധിക്കുന്നില്ല. വരും ദിവസങ്ങളിൽ ശ്രമിക്കാം എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ നിരവധിയായ വിദ്യാർത്ഥികൾ ഈ പല വീഡിയോസിൻ്റെയും താഴെയായി കമൻസിൽ ചോദിക്കുന്നുണ്ട്, മോഡൽ എക്സാം ഉടനെ തുടങ്ങുകയാണ്, അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, പലർക്കും നോട്ട്സ് കിട്ടിയിട്ടില്ല, ഒന്നും പഠിച്ചിട്ടില്ല, അങ്ങനെയുള്ള ഒരുപാട് അവരുടെ വിഷമങ്ങൾ, കൺസേൺസ് അവർ ഷെയർ ചെയ്യുന്നത് കണ്ടു. അതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം, പല വിദ്യാർത്ഥികളും ഒരുപാട് കൺസേൺഡ് ആണ്. എങ്ങനെ ഈ മോഡൽ എക്സാമിനെ നേരിടണം, അല്ലെങ്കിൽ എങ്ങനെയാണ് പാസ് മാർക്ക് നേടുക, ഇങ്ങനെ ഒരുപാട് കൺസേൺസ് വിദ്യാർത്ഥികൾക്കുണ്ട്. ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുടെ ഈ കൺസേൺ, അതിനൊരു മറുപടി എന്ന രീതിയിലാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ആ വിദ്യാർത്ഥികൾക്കുള്ള ഒരു ആശ്വാസമാണ് ഈ വീഡിയോ എന്ന് കരുതുന്നു. ആ വിദ്യാർത്ഥികളെ ആശ്വസിപ്പിക്കുക, അവർക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞു കൊടുക്കുക, അതാണ് മോഡൽ എക്സാം ടിപ്സ് എന്ന ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വരാൻ പോകുന്ന മോഡൽ എക്സാംസ്, ചിലർക്ക് ഇപ്പോൾ ഇന്ന് തുടങ്ങുന്നവരുണ്ട്, അടുത്ത ദിവസങ്ങളിൽ ആരംഭിക്കുന്നവരുണ്ട്. ഈ ആഴ്ച മോഡൽ എക്സാംസിൻ്റെ ഒരാഴ്ച തന്നെയാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ റെഗുലർ കോഴ്സുകളിൽ, റെഗുലർ കോളേജുകളിൽ മോഡൽ എക്സാം ഈ ആഴ്ചയാണ് നടക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? മോഡൽ എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പായി ഈ വീഡിയോ നിർബന്ധമായും കാണുക. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾക്ക് തീർച്ചയായിട്ടും പാസ്സാവും. അത് 100% ഉറപ്പ് തരാം. ഈ വീഡിയോ കണ്ട് ഇതിൽ പറയുന്ന ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ 100% പാസ് മാർക്ക് ഗ്യാരണ്ടി തരാം. പിന്നെ ഫുൾ മാർക്ക് അല്ലെങ്കിൽ ഒരു 90% മാർക്ക്, 70% എബവ് മാർക്സ് വേണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നവർ അതിനും എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ എൻറിച്ചിങ്, എൻഹാൻസിങ്, ഈ രണ്ട് പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രത്യേകം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് തുടങ്ങാം. ഇപ്പോൾ മോഡൽ എക്സാം എഴുതാൻ പോകുന്നവരോട് ആദ്യമായി പറയാനുള്ളത്, ഒന്നാമത്തെ ടിപ്സ് ഞാൻ പറഞ്ഞുതരാൻ ശ്രമിക്കുകയാണ്, ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ടിപ്പ് പറയുകയാണ്, അതായത് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ടെൻഷൻ, ഈ ആകുലത, നെക്സ്റ്റ് എന്ത് സംഭവിക്കും, ഞാൻ പാസ്സാകുമോ, എൻ്റെ മാർക്ക് ഇൻറ്റേർണൽസിൽ കൗണ്ട് ചെയ്യില്ലേ, അപ്പോൾ ടോട്ടൽ മാർക്ക് വരുമ്പോൾ എൻ്റെ ഇൻറ്റേർണൽസ് കുറഞ്ഞു പോവില്ലേ, എന്താണ് ഞാൻ ചെയ്യുക, ആകെപ്പാടെ ടെൻഷനുള്ള ഒരു അവസ്ഥ. ഇത് നിങ്ങൾ ഒരാൾ മാത്രം അനുഭവിക്കുന്നതല്ല, നിങ്ങളുടെ ക്ലാസ്സിലുള്ളവർ മാത്രം അനുഭവിക്കുന്നതല്ല, നിങ്ങളുടെ കോളേജിൻ്റെ പ്രശ്നമല്ല. ഇത് +2 കഴിഞ്ഞ് ഡിഗ്രി കോഴ്സുകൾ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളും എല്ലാ കൊല്ലവും അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ ടെൻഷൻ എന്ന് പറയുന്നത്. അത് +2 ക്ലാസ്സുകൾ കഴിഞ്ഞ് ഡിഗ്രി ക്ലാസ്സിലേക്ക് കടക്കുന്ന എല്ലാവരും അനുഭവിക്കുന്നതാണ്. അത് നിങ്ങളുടെ ജനറേഷൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൻ്റെ പ്രശ്നമോ നിങ്ങളുടെ സ്വന്തം പ്രശ്നമോ നിങ്ങളുടെ കോളേജിൻ്റെ വിഷയമോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ധൈര്യമായിരിക്കുക. ഇത് എല്ലാ കൊല്ലവും എല്ലാവരും അനുഭവിക്കുന്നതാണ്. അത് നിങ്ങൾ സ്വാഭാവികമായി, നാച്ചുറലായിട്ട് നിങ്ങൾക്കും അത് അനുഭവിക്കേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങളൊരു പുതിയ ഏതെങ്കിലും കോഴ്സ് ചെയ്യാൻ പോകുമ്പോൾ സ്വാഭാവികം ഉണ്ടാകുന്ന ടെൻഷനേ ഉള്ളൂ. പിന്നെ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ ടെൻഷൻ അടിക്കുന്ന പോലെ അത്ര വലിയ ടെൻഷനൊന്നും മോഡൽ എക്സാംസിന് ഉണ്ടാവില്ല. യൂണിവേഴ്സിറ്റി എക്സാമിനും നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന പോലെ ഭീകരമായ അവസ്ഥയൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കൈകാര്യം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ? മോഡൽ എക്സാമിന് പോകുമ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മോഡൽ എക്സാമിന് വേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നർത്ഥം. അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ട്, അതായത് നല്ല കെയർ ഉണ്ട്. അതായത് നിങ്ങൾ പരാജയപ്പെടാൻ പാടില്ല, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായ കാര്യങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത്തരത്തിലൊരു മെൻറ്റാലിറ്റി ഉള്ള ആളാണ് നിങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണാൻ നോക്കുന്നത്. അല്ലാത്തൊരാൾക്ക് ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളത് തന്നെ അതിന് തെളിവാണ്. എന്തിന്? നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്, നിങ്ങൾ അത്യാവശ്യം അലേർട്ടായിരിക്കുന്ന ആളാണ്, ശ്രദ്ധിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരാളായതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ കണ്ട് ഒന്ന് അപ്ഡേറ്റഡ് ആവാൻ ശ്രമിക്കുന്നത് ഈ വിഷയത്തിൽ.
മോഡൽ എക്സാമിനെ ഫേസ് ചെയ്യാൻ പോകുമ്പോൾ ഈ കോൺഫിഡൻസ് വളരെ ആവശ്യമാണ്. നിങ്ങൾ സ്വയം വിശ്വസിക്കുക. നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മോഡൽ എക്സാമാണ് ഈ വരാൻ വേണ്ടി പോകുന്നത്. യൂണിവേഴ്സിറ്റി എക്സാം ആയിട്ടില്ല. എൻഡ് സെമസ്റ്റർ ഇപ്പോൾ അടുത്ത ആഴ്ച തുടങ്ങുകയാണ്. നിലവിലുള്ള വിവരം അനുസരിച്ച് 20-നാണ് യൂണിവേഴ്സിറ്റി, നവംബർ 20-നാണ് ടെൻറ്റേറ്റീവ് ഡേറ്റ് പറഞ്ഞിരുന്നത്. അതിന് മാറ്റമുണ്ടോ എന്ന് നിലവിൽ അറിയില്ല. എനിക്ക് മാറ്റമുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അറിയുന്നവർ ദയവേത് വീഡിയോയുടെ കീഴിൽ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. എങ്കിലും വളരെ അധികം വൈകാതെ നമുക്ക് പറയാം യൂണിവേഴ്സിറ്റി എക്സാം നടക്കും 20-ന്, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം 20-ന് തന്നെയാണെന്നാണ് നിലവിലുള്ള അറിവ്. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ എക്സാം, സെമസ്റ്റർ എക്സാമിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു ട്രയലാണ് ഈ മോഡൽ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ പലരുടെയും കമൻറ്റുകൾ ഞാൻ മനസ്സിലാക്കിയത് ആരും ഒന്നും പഠിച്ചിട്ടില്ല എന്നുള്ള ടെൻഷനാണ് പലർക്കും ഉള്ളത്. ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്, നിങ്ങളോട് പറഞ്ഞു തരികയാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മുടെ ടെക്സ്റ്റുകൾ, നിങ്ങൾക്ക് ടെക്സ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. ഇനി ഇല്ലാത്തവർ എൻ്റെ വീഡിയോസിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ 1-ൻ്റെ ഫസ്റ്റ് പാർട്ട് കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻറിച്ചിങ് ഇംഗ്ലീഷിൻ്റെ യൂണിറ്റ് 1 ആണ് യൂണിറ്റ് 2 എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ. എൻറിച്ചിങ് ഇംഗ്ലീഷ് യൂണിറ്റ് 1 യൂണിറ്റ് 2 ഒരുമിച്ച് ചെയ്തൊരു വീഡിയോ ഉണ്ട്. എൻഹാൻസിങ് ഇംഗ്ലീഷിൻ്റെ ആണ്. എൻഹാൻസിങ് ഇംഗ്ലീഷ് യൂണിറ്റ് 1 യൂണിറ്റ് 2. ആ വീഡിയോയിൽ സിലബസ് കൃത്യമായിട്ട് എൻഹാൻസിങ് ഇംഗ്ലീഷിൻ്റെയും എൻറിച്ചിങ് ഇംഗ്ലീഷിൻ്റെയും സിലബസ് കമ്പയർ ചെയ്തുകൊണ്ട് ഏതൊക്കെയാണ് കോമൺ ആയിട്ടുള്ളത് അല്ലാത്തതെന്ന് പറയുന്നുണ്ട്. ആ വീഡിയോ 2 പേർക്കും ഉപകാരപ്പെടും. ആ വീഡിയോ ഒന്ന് കണ്ടാൽ സിലബസ് മനസ്സിലാവും. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കൃത്യമായ ഒരു കാര്യം മനസ്സിലാവും. അതായത് 4 മോഡ്യൂൾ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, 4 മോഡ്യൂളാണ് പഠിക്കാനുള്ളത്. അതിൽ കൂടുതലൊന്നും ഇല്ല. ഇനി ഈ 4 മൊഡ്യൂളുകളിലായിട്ട് പറയുകയാണെങ്കിൽ 1-ാമത്തെ മൊഡ്യൂളാണ് ലിസ്ണിങ് ആൻഡ് സ്പീക്കിംഗ്, കേൾക്കലും സംസാരിക്കലും. 2-ാമത്തെ റീഡിങ്, 3-ാമത്തെ റൈറ്റിംഗ്, 4-ാമത്തെ പേഴ്സണൽ ആട്രിബ്യൂട്ട്സ്. ഓക്കെ, അതായത് വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളെ കുറിച്ചാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏതൊക്കെ മൊഡ്യൂളാണ് ഡീറ്റെയിൽഡായിട്ട് പഠിക്കേണ്ടത്? മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3 നന്നായിട്ട് പഠിക്കണം. അതായത് റീഡിങ്ങും റൈറ്റിങ്ങും. ഓക്കെ, മൊഡ്യൂൾ 2 ആണ് റീഡിങ്, 3 ആണ് റൈറ്റിംഗ്. ഇതിൽ 2-ൻ്റെ അകത്ത് എഴുതാൻ, അതായത് ലോങ് പാരഗ്രാഫ്, എസ്സേ ടൈപ്പ് ചോദ്യങ്ങൾ വരും. അപ്പോൾ അത് വെച്ചിട്ട് ഇത് 2-ൻ്റെ അകത്തുനിന്നും പഠനം നടത്തണം. ഇത് പ്രത്യേകം പറയുന്നത് 70 മാർക്കിന് മുകളിൽ, അല്ലെങ്കിൽ 70% പെർസെൻറ്റേജ് നോക്കുമ്പോൾ 70% മുകളിൽ സ്കോർ ചെയ്യാൻ താല്പര്യമുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, മൊഡ്യൂൾ 3, മൊഡ്യൂൾ 2 2 മൊഡ്യൂൾസ് അതിലുള്ള ടെക്സ്റ്റ് തന്നെ പഠിച്ചാൽ മതി. ഇപ്പോൾ നോട്ട് കിട്ടിയിട്ടില്ല എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. നോട്ട് നിങ്ങൾക്ക് തൽക്കാലം നിങ്ങൾ അതിനെക്കുറിച്ച് ബേജാറാവണ്ട. ടെക്സ്റ്റിൽ തന്നെ ആ ടാസ്ക് ഒക്കെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഓരോ സബ് ഹെഡിങ്ങിൻ്റെ കീഴിലുമുള്ള ഇൻഫർമേഷൻ ഉണ്ടല്ലോ, ഓരോ സബ് ഹെഡിങ്ങിൻ്റെ കീഴിലും ടെക്സ്റ്റിൽ എഴുതിയിട്ട് കാണുന്നില്ല, നിങ്ങൾ പ്രിൻ്റ് ചെയ്ത ഡീറ്റെയിൽസ് ഉണ്ടല്ലോ. ഉദാഹരണത്തിന് ഇൻട്രൊഡ്യൂസിങ് അതേഴ്സ് എന്നുള്ള സെക്ഷനിൽ ഒരു ചെറിയ പാരഗ്രാഫ് അവിടെ കൊടുത്തിട്ട് കാണാം നിങ്ങൾക്ക്. ഞാനിവിടെ ടെക്സ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് സബ് ഹെഡിങ് ഇങ്ങനെ ഒരു സെക്ഷൻ കാണും. ഈ സെക്ഷൻ തന്നെയാണ് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഇൻട്രൊഡ്യൂസിങ് അതേഴ്സ് വെച്ചാൽ അതിൻ്റെ ഉത്തരം ഇതാണ്. ഹൗ ടു ഇൻട്രൊഡ്യൂസ് അതേഴ്സ്, ഇതാണ് ഉത്തരം. അപ്പോൾ ഇങ്ങനെ ടെക്സ്റ്റിലുള്ള കാര്യം വായിച്ചാൽ മതിയാവും. അപ്പോൾ ഒരു ധാരണ വെച്ചിട്ട് പോവുക. ചില വരികൾ, ചില ഡെഫിനിഷൻ ടൈപ്പ് വരികൾ, ഞാൻ എല്ലാ വീഡിയോസിലും അണ്ടർലൈൻ ചെയ്യാൻ പറയുന്ന വരികളുണ്ട്. അത്തരം വരികളൊന്ന് ബൈഹാർട്ട് പഠിച്ചേക്കുക. ഈ മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3 ഡീറ്റെയിൽ റൈറ്റിങ്ങിന് വരുന്നതായതുകൊണ്ട് നന്നായി പഠിച്ചിട്ട് പോവുക. അതുപോലെ തന്നെ അടുത്തത് നിങ്ങൾ പഠിക്കേണ്ടത് മൊഡ്യൂൾ 1 ആണ്. 1 ഈ ഷോർട്ട് 2 or 3 സെൻറ്റൻസിനാണ് ചോദിക്കുക. അതുപോലെ മൊഡ്യൂൾ 4-ൽ നിന്ന് ചിലപ്പോൾ 1-2 ചോദ്യങ്ങൾ ഷോർട്ടായിട്ട് ചോദിച്ചേക്കാം. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതായത് ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടത് മൊഡ്യൂൾ 2-ഉം 3-യുമാണ്. എൻഹാൻസിങ്ങുകാരും അതുപോലെ തന്നെ എൻറിച്ചിങ് ടെക്സ്റ്റ് പഠിക്കുന്നവരും. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു അടുത്ത സെക്ഷനിലേക്ക് പോകാം നമുക്ക്. ഇനി നമുക്ക് ജസ്റ്റ് പാസ് മതി എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കുള്ള ടിപ്സ് പറഞ്ഞുതരാം. ജസ്റ്റ് പാസ് മതി എന്നുള്ളത്. ഓക്കെ, ഇത് മോഡൽ പരീക്ഷയാണ്. അപ്പോൾ ഇതിന് തൽക്കാലം നിങ്ങൾ അത്രയും ടെൻഷൻ അടിക്കുന്നവരോട് പറയുകയാണ്, പാസ് മാർക്കെങ്കിലും വാങ്ങുക, അത്രയും മതി, കുഴപ്പമില്ല. ഓക്കെ, പാസ്സായി കഴിഞ്ഞാൽ ആ പാസ്സായി എന്നുള്ളത് ഇൻറ്റേർണലിലേക്ക് എടുത്തോളും, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, പാസ്സായാലും മതി. 35 മാർക്കിലായിരിക്കും നിങ്ങളുടെ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവുക മോഡലിൻ്റെ.
അപ്പോൾ അതിൻ്റെ അകത്ത് 35ൻ്റെ 40%. അപ്പോൾ ഏകദേശം ഒരു എത്ര വരും, 17 മാർക്കിനടുത്ത്, 15 16 മാർക്കോളം, 15-16 മാർക്കോളം നിങ്ങൾ വാങ്ങിയാൽ മതിയാവും. ഓക്കെ, 50% കൂട്ടിക്കോ, 50% മാർക്ക് വാങ്ങുക. അപ്പോൾ പ്രശ്നം തീർന്നില്ലേ. നമുക്ക് ഏകദേശം പാസ് മാർക്ക് 40 ആണ്. എപ്പോഴും അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകൾക്ക് പാസ് മാർക്ക് എന്ന് പറയുന്നത് ടോട്ടൽ മാർക്കിൻ്റെ 40%. എങ്കിലും ഇവിടെ നമുക്ക് 50% പിടിക്കുക. ഓക്കെ, ജസ്റ്റ് പാസ് ആവുന്നവർ ശ്രദ്ധിക്കുക, 50% പിടിക്കുക. അതായത് 35ൻ്റെ 35/2 എത്രയാണെന്നുള്ളത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അത്രയും മാർക്ക് പിടിക്കുക. ഏകദേശം ഒരു 15 അല്ലെങ്കിൽ 17.5 മാർക്കോളം വാങ്ങിയാൽ നിങ്ങൾ സേഫ് സോണിലെത്തി, ടെൻഷനില്ല. എങ്ങനെയാണത് ചെയ്യുക? അപ്പം നിങ്ങൾ അതിനു വേണ്ടി ചെയ്യേണ്ടത് മൊഡ്യൂൾ 1 നമ്മുടെ വീഡിയോസ് ഫുള്ള് കിടക്കുന്നുണ്ട്. മൊഡ്യൂൾ 1ൻ്റെത്, മൊഡ്യൂൾ 1 നന്നായിട്ട് ഈ വീഡിയോസ് തന്നെ കണ്ടാൽ തന്നെ മതിയാവും. ടെക്സ്റ്റ് ഇല്ലാത്തവർക്ക് ജസ്റ്റ് വീഡിയോസ് കണ്ടാൽ മതിയാവും. അത് ഇട്ട് കേൾക്കാൻ നിങ്ങൾക്ക് ചിലർ പറയുന്നുണ്ട് സമയമില്ല കേൾക്കാനൊക്കെ. അപ്പം അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, വീഡിയോസ് അല്ലേ, നിങ്ങൾ ജസ്റ്റ് ഹെഡ്സെറ്റ് വെച്ച് അങ്ങ് കേട്ടാൽ മതി. നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴോ വീട്ടിൽ ജോലികൾ ചെയ്യുമ്പോഴോ ഒക്കെ ആയിട്ട്, ഇത് ഉറങ്ങാനിരിക്കുമ്പോഴായാലും ഇത് കേട്ട് കഴിഞ്ഞ് നിങ്ങൾക്കത് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് ഡോണ്ട് വറി, ജസ്റ്റ് ഹെഡ്സെറ്റ് വെച്ച് കേട്ടുകൊണ്ടിരിക്കുക, റിപ്പീറ്റ് ചെയ്ത് കേട്ട് അങ്ങനെ പഠിക്കാൻ നോക്കുക. ടെക്സ്റ്റ് ഉള്ളവർ ടെക്സ്റ്റ് വായിച്ച് നോക്കുക. ഒന്ന് അറിയാത്ത കാര്യങ്ങൾ ഇതുപോലെ വീഡിയോ എല്ലാ ഭാഗം വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി പാസ്സാകാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ടിപ്പ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം, ഈ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ ഓർഡർ ഉണ്ടാവുമല്ലോ. ഒന്നാമത്തെ ചോദ്യം, ഒന്നാമത്തെ സെക്ഷൻ, സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി, അതിലും 1 2 3 അങ്ങനെ നമ്പറിങ് ഉണ്ടാവും. ആ ക്രമം തെറ്റിക്കാതെ എഴുതുക എന്നുള്ളത് ശ്രദ്ധിക്കുക. നല്ല ക്രമത്തിൽ എഴുതുക ഉത്തരം. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ സെക്ഷൻ എയിലെ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് അറിയാമെന്നിരിക്കുക. സെക്ഷൻ എയിലുള്ള ബാക്കിയൊന്നും കിട്ടുന്നില്ല, ആലോചിച്ചിട്ട് എഴുതേണ്ടതാണ്. അപ്പം ഞാൻ അടുത്ത സൈറ്റ് സെക്ഷൻ ബിയിലെ ഒന്നാമത്തെ എഴുതി. അപ്പോൾ പെട്ടെന്ന് എനിക്ക് സെക്ഷൻ എയിലെ രണ്ടാമത്തെ ഓർമ്മ വന്നു, പിന്നെ സെക്ഷൻ എയിലെ രണ്ടാമത്തെ എഴുതി. അങ്ങനെ ഇടകലർത്തി എഴുതാതിരിക്കാൻ ശ്രമിക്കുക. പരമാവധി, ഞാൻ പറയുന്ന പരമാവധി നിങ്ങളെ കൊണ്ട് പറ്റുന്നത്ര ട്രൈ ചെയ്യുക. ട്രൈ ദ മോസ്റ്റ്, ആസ് മച്ച് ആസ് യു ക്യാൻ ട്രൈ. ഓക്കെ, ട്രൈ യുവർ ബെസ്റ്റ്, മാക്സിമം ട്രൈ ചെയ്യും. ഇപ്പോൾ എന്തായാലും ഇപ്പം നമ്മുടെ ഓർമ്മശക്തിയൊക്കെ പോലെ ഇരിക്കും കാര്യങ്ങൾ, ഇറ്റ്സ് ഓക്കെ. പക്ഷെ മാക്സിമം ട്രൈ ചെയ്യും, ഓർഡർ തെറ്റിക്കാതെ. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് വായിച്ചു നോക്കുമ്പോൾ പേപ്പർ നോക്കുന്ന ആളെ സംബന്ധിച്ച് ഈ ഓർഡറൊക്കെ തെറ്റി എഴുതി കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് എപ്പോഴും ക്വസ്റ്റ്യൻ ഇങ്ങനെ മറിച്ച് നോക്കിക്കൊണ്ടിരിക്കണം. ഏതാ ചോദ്യം, ഏതാ ഉത്തരം, അതൊരു കൺഫ്യൂഷൻ. പിന്നെ ചില ഉത്തരങ്ങൾ ഇപ്പോൾ നോക്കാതെ പോയാൽ അങ്ങനെ ഒരു വിഷയം. ഇത് യൂണിവേഴ്സിറ്റി സെമസ്റ്റർ എക്സാംസിനും എല്ലാം ബാധകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇംപ്രഷൻ, നല്ല പഠിക്കുന്ന ഒരാളാണെന്നുള്ള ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുക വളരെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ക്രമത്തിൽ എഴുതാൻ ശ്രമിക്കുക എന്നുള്ളത് നല്ലൊരു ശീലമാണ്. അടുത്ത കൊല്ലം നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും, പ്രത്യേകിച്ച് അടുത്ത സെമ്മിന് യൂസ്ഫുൾ ആയിരിക്കും പ്രത്യേകിച്ച്. കാരണം അതിൻ്റെ വാല്യുവേഷൻ സെൻട്രലൈസ്ഡ് ആയിരിക്കും സെമസ്റ്റർ ഫൈനൽ എൻഡ് സെമസ്റ്റർ എക്സാംസിന്. ഓക്കെ, അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടിയും ടെക്സ്റ്റുകളൊക്കെ ആദ്യം കിട്ടുകയാണെങ്കിൽ അടുത്ത സെമ്മിൻ്റെ ക്ലാസ്സുകൾ കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ ഇത്തവണ ക്ലാസ്സുകൾ ചെയ്ത് തുടങ്ങിയപ്പം തന്നെ കുറച്ച് ലേറ്റായി, അതുകൊണ്ടാണ് നമ്മൾ ഫുൾ തീർക്കാതെ പോയത്. പ്രൈവറ്റ് രജിസ്ട്രേഷൻ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഫുൾ ക്ലാസ്സുകൾ അവൈലബിൾ ആക്കുന്നതാണ്. നിങ്ങളുടെ റെഗുലർ കോഴ്സുകൾക്ക് അത് സാധ്യമല്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്നുള്ളത് മനസ്സിലാക്കുന്നു, ഖേദം അറിയിക്കുന്നു. അടുത്ത സെമ്മിന് കുറച്ചുകൂടി നേരത്തെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുകയും സ്റ്റാർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യാമെന്ന് അറിയിക്കുന്നു. ഇനി ജസ്റ്റ് പാസ്സാവേണ്ടവർ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, കൃത്യമായി ക്രമത്തിൽ എഴുതുക. രണ്ടാമത്തെ കാര്യം, മൊഡ്യൂൾ 1 പ്രധാനപ്പെട്ട പോയിന്റ്സ് പഠിച്ചു വെക്കുക. ഏതൊക്കെയാണ് പഠിക്കേണ്ടത് മൊഡ്യൂൾ 1-ൽ? മൊഡ്യൂൾ 1-ൽ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആക്റ്റീവ് പാസീവ് ലിസ്ണിങ്ങിൻ്റെ ഡെഫിനേഷൻ പഠിച്ചു വെക്കുക. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിഫ്തോങ് എന്താണ്, വവൽസ് എന്താണ്, കോൺസണൻസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഡെഫിനിഷൻ, സ്ട്രെസ്, ഇൻറ്റൊനേഷൻ, അതിൻ്റെയൊക്കെ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. അടുത്തത് മേക്കിംഗ് റിക്വസ്റ്റ്, അപ്പോളജൈസിങ്, അതിൻ്റെയൊക്കെ റിക്വയർമെൻ്റ് എന്താ, അതിൻ്റെ മെത്തേഡ്സ് എന്താ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഒന്നാമത്തെ യൂണിറ്റ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒന്നാമത്തെ മൊഡ്യൂളാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ മൊഡ്യൂൾ രണ്ടാമത്തെ ചാപ്റ്റർ ശ്രദ്ധിക്കുക. സ്പീക്കിംഗ് ഇൻ കമ്മ്യൂണിക്കേഷനിൽ അതിൽ ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ട്, അതിലൊരു ടാസ്ക് ഉണ്ട്. അത് പേജ് നമ്പർ
ഞാൻ ആ പേജ് നമ്പർ പറയാം, അതാകുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി അവിടെ തന്നെ നോക്കിയാൽ മതി. അതിൽ നമുക്ക് ആ ടാസ്കിൽ പേജ് നമ്പർ 23 ടാസ്ക് 7 ആണ്. അവിടെ ട്രാൻസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് ഫൊനറ്റിക് സിമ്പിൾസ് കൊടുത്ത് അതിനെ വേർഡ്സ് ആക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ തന്നിരിക്കുന്ന ടാസ്ക് തന്നെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതും ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് ഒന്ന് നോക്കിയിട്ട് പോവുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ പോലെ മൊഡ്യൂൾ 2 കൂടി ഒന്ന് പഠിച്ചേക്കുക, റൈറ്റിങ്ങിനെ കുറിച്ച്. ഓക്കെ, നോട്ട് മേക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി അടുത്ത് നിങ്ങൾ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ അടുത്ത് പഠിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഓൾറെഡി അറിയുന്നൊരു പോയിൻ്റ് ഉണ്ട്, ലെറ്റർ റൈറ്റിങ്. ലെറ്റർ റൈറ്റിങ് ചോദിക്കും. അത് ചോദിക്കുന്നത് അധികവും ജോബ് അപ്ലിക്കേഷനും സി വിയും ലെറ്റർ റൈറ്റിങ്ങും ആ രീതിയിലാണ് ചോദിക്കുക. സി വിയും പിന്നെ കവറിങ് ലെറ്ററും അങ്ങനെ ചോദിക്കുക. ഈ സി വി എന്ന് പറയുന്നത് കരിക്കുലം വിറ്റേ നിങ്ങൾ ബയോഡേറ്റ റെസ്യൂമേ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും, +2 സി വി പഠിച്ചിട്ടുണ്ടാവും. അതേ ഫോർമാറ്റിൽ എഴുതുക തൽക്കാലം. ഓക്കെ, പിന്നെ അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ കവറിങ് ലെറ്റർ എങ്ങനെ എഴുതുക എന്നുള്ളതാണ്. ഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, ഫ്രം ടു ഒക്കെ വെച്ച് എഴുതുന്നത്. ഏറ്റവും മുകളിൽ ഫ്രം, അതിൻ്റെ തൊട്ട് താഴെ ഡേറ്റ് എഴുതുക. ഡേറ്റ് എന്ന് പറയുന്നത് അക്കത്തിൽ എഴുതുക, ആദ്യത്തെ നമ്പർ, തീയതി 29, പിന്നെ നവംബർ ആണെന്നിരിക്കുക മാസം. നവംബർ എന്ന് അക്ഷരത്തിൽ എഴുതുക, NOVEMBER, പിന്നെ 2024 2024. ഇങ്ങനെ വേണം ഡേറ്റ് എഴുതാൻ. മറ്റേ ഷോർട്ടായിട്ട് എഴുതരുത്, ഫ്രമിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ എഴുതുക. പിന്നെ അതിന് ശേഷം ടു എഴുതുക, പിന്നെ സബ്ജക്റ്റ് SUB എന്ന് എഴുതുക ഷോർട്ടായിട്ട്. അതിനുശേഷം സർ എന്ന് എഴുതിയിട്ട് കോമ ഇട്ടിട്ട് എഴുതേണ്ട കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച് ലാസ്റ്റ് യുവേഴ്സ് ട്രൂലി അല്ലെങ്കിൽ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, പിന്നെ ഒപ്പ്, പിന്നെ ലാസ്റ്റ് പേര്. ഇങ്ങനെ ഒരു ക്രമത്തിൽ എഴുതാൻ ശ്രമിക്കും. നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ചുരുക്കി പറഞ്ഞത്. വിശദമായിട്ട് ലെറ്റർ റൈറ്റിങ്ങിൻ്റെ ക്ലാസ്സുകൾ എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യും, ഈ ആഴ്ച തന്നെ ചെയ്യും. നിങ്ങൾക്ക് സെമസ്റ്റർ എക്സാം ആകുമ്പോഴേക്കും അത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് കരുതുകയാണ്. അപ്പോഴത്തേക്ക് എന്തായാലും അത് ചെയ്യാം കേട്ടോ, ഒരു 2 ദിവസത്തിനുള്ളിൽ ഞാൻ ചെയ്യാം. പിന്നെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഗ്രാഫ് തരും, അതിന് വെച്ചിട്ടൊരു എസ്സേ എഴുതാനാണ് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഗ്രാഫ് തരുന്ന മോസ്റ്റ് പ്രോബബ്ലി ബാർ ഗ്രാഫ് ആയിരിക്കും തരാൻ സാധ്യത. കാരണം അതാണ് ടാസ്കിൽ നമ്മുടെ ടെക്സ്റ്റിൽ ചെയ്ത് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് തന്നെയാണ് സാധ്യത കൂടുതൽ. ടെക്സ്റ്റിലുള്ള ചോദ്യങ്ങളെ പരീക്ഷയ്ക്ക് ചോദിക്കൂ, അത് പ്രധാനമായിട്ട് ഓർമ്മിക്കുക. അപ്പോൾ ടെക്സ്റ്റാണ് നിങ്ങളുടെ സംഭവം, നിങ്ങൾ വായിക്കേണ്ടത്. ഓക്കെ, ടെക്സ്റ്റ് ബേസ്ഡ് ആയിരിക്കണം കാര്യങ്ങൾ. അപ്പോൾ ടെക്സ്റ്റിൽ ഈ ബാർ ഡയഗ്രാം വെച്ചിട്ടൊരു ടാസ്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ടാസ്കിൽ കൊടുക്കുന്ന പോലെ ആയിരിക്കും ചോദ്യം വരിക. ചോദ്യത്തിൻ്റെ സ്വഭാവം മാറ്റും, അല്ലെങ്കിൽ ചോദ്യത്തിൻ്റെ കോണ്ടൻറ്റ് മാറ്റിയേക്കാം, പക്ഷേ ചോദ്യം ഏകദേശം സെയിം ആയിരിക്കും, ഗ്രാഫ് സെയിം ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഡാറ്റ തന്നിട്ട് അതിനെ എസ്സേ ആക്കുന്ന രീതിയിൽ ഇൻറ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞ ചോദ്യം, ആ ഇൻറ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞ മേഖലയിൽ ചോദ്യം വരാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് പഠിച്ചിട്ട് പോകാനുള്ള സമയമില്ലെങ്കിൽ ടെൻഷൻ അടിക്കണ്ട. എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? ഗ്രാഫിനെ നിങ്ങൾ എസ്സേ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ 3 കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഒന്നാമത്തെ കാര്യം ഈ ഗ്രാഫ് എന്തിനെക്കുറിച്ചുള്ളതാണെന്നുള്ളതാണ്. അതെവിടെ ഉണ്ടാവുക? ചോദ്യത്തിലുണ്ടാവും. ദിസ് ഗ്രാഫ് ഇസ് അബൌട്ട്, അല്ലെങ്കിൽ ദ ഫോളോയിങ് ഇസ് എ ഗ്രാഫ് ഓൺ പറഞ്ഞിട്ട് വിഷയം ഉണ്ടാവും അവിടെ. എന്തിനെക്കുറിച്ചാണ്? എൻവയറമെൻറ്റൽ ഡിഗ്രഡേഷൻ, അല്ലെങ്കിൽ പ്രോഫിറ്റ്, അല്ലെങ്കിൽ ലോസ് ഓർ ബിസിനസ്, എന്തെങ്കിലുമൊക്കെ ടോപ്പിക് ഉണ്ടാവും. ആ ടോപ്പിക്ക് നോട്ട് ചെയ്യണം ആദ്യം. എന്നിട്ട് ദ ഗ്രാഫ് ഇസ് അബൌട്ട് ദിസ് ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് അത് എഴുതുക. ഓക്കെ, എന്നിട്ട് രണ്ടാമത്തെ കാര്യം നോട്ട് ചെയ്യുക, എക്സ് ആക്സിസിൽ എന്താ കൊടുത്തിരിക്കുന്നത് നോക്കുക, എന്നിട്ട് അതും എഴുതുക. ഡാഷ് ഇസ് ഗിവൺ ഓൺ എക്സ് ആക്സിസ്. ഇനി വൈ ആക്സിസിൽ എന്താ കൊടുത്തത്? ഗ്രാഫ് ആകുമ്പോൾ 2 ആക്സിസ് ഉണ്ടാവുമല്ലോ, അല്ല ഇങ്ങനെ ഉണ്ടാവും 2 ആക്സിസ്, അല്ല ഇപ്പുറത്തേക്ക് അല്ലേ 2 ആക്സിസ് ഉണ്ടാവും. എക്സ് വൈ, എക്സ് എന്ന് പറയുന്നത് കുത്തനെയുള്ളത്, വൈ എന്ന് പറയുന്നത് ഇങ്ങനെ ഹൊറിസോണ്ടലി ഉള്ളത്. അപ്പോൾ ഇങ്ങനെ 2 ആക്സിസുകളിലാണ് ഗ്രാഫ് നിൽക്കുന്നത്. ആ രണ്ടും എന്തിനെ സൂചിപ്പിക്കുന്നു? ചിലത് സ്പേസിനെ സൂചിപ്പിക്കും, ചിലത് ടൈമിനെ സൂചിപ്പിക്കും, ചിലത് ഇയറിനെ സൂചിപ്പിക്കും, ചിലത് പ്രോഫിറ്റിനെ സൂചിപ്പിക്കും, ഡിപ്പെൻഡിങ് ഓൺ ദ ടോപ്പിക് അല്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുക, മനസ്സിലായോ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഗ്രാഫിൻ്റെ എക്സ് ആക്സിസ് വൈ ആക്സിസ് എന്താണെന്ന് നോക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ വൈ ആക്സിസിൽ നിന്ന് പുറപ്പെടുന്ന സാധനം, വര അല്ലെങ്കിൽ ആ ബാറ്, എക്സ് ആക്സിൽ എവിടെയാണ് മുട്ടുന്നത്, അതിന് അടുത്ത വാല്യൂ എത്രയാണ്, അവിടെ വാല്യൂ കൊടുത്തിട്ടുണ്ടാവും. ആ വാല്യൂ നിങ്ങൾ നോക്കി എഴുതി വെക്കുക. അതും ഈ വൈ ആക്സിസിൽ കറസ്പോണ്ടിങ് ആയിട്ട് ടൈമോ എന്താ കൊടുത്തിരിക്കുന്നത് അതും, എക്സ് ആക്സിസിൽ എന്താണ് അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് അതും, ഇത്ര നമ്പറാണെന്ന് എഴുതി വെക്കുക. ഇതുപോലെ ഓരോന്നും ചെയ്യാം.
എത്ര ബാറുണ്ടോ അത്രയും ബാറിന് ഇതേപോലെ നോക്കി 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 നിങ്ങളാകെ ഇത്രയും ചെയ്യേണ്ടത് ഇത് നോക്കിയിട്ട് ആ വാല്യൂസ് എഴുതി വെക്കുക. അതിനകത്ത് വേറെ കാൽക്കുലേഷൻ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതിനെയാണ് ഈ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്താണോ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് അതിനെക്കുറിച്ച് അങ്ങോട്ട് നിന്ന് എഴുതിക്കൂടാ, വേറൊന്നുമില്ല. അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഗ്രാഫിൻ്റെ സെക്ഷൻ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും അടിച്ച് കയറാൻ പറ്റും. ഒരു പ്രശ്നവുമില്ല അതിൻ്റെ അകത്ത്. ഓക്കെ, അവിടെ നിന്ന് നമുക്ക് ബേസിക് മാർക്സ് അല്ലെങ്കിൽ കിട്ടും. ഒരു 6 മാർക്കിൻ്റെ അല്ലെങ്കിൽ ചിലപ്പോൾ 14 മാർക്കിനായിരിക്കാം 6 മാർക്കിനായിരിക്കാം ചോദിക്കുന്നുണ്ടാകുക. അപ്പോൾ 2 എണ്ണം തന്നെ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായി, പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ഈ പറയുന്ന CV യും കവറിങ് ലെറ്ററും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ +2 തന്നെ CV പഠിച്ചിട്ടുണ്ടാവും. ആ നോട്ട്സ് എടുത്താൽ തൽക്കാലം റിവൈസ് ചെയ്തിട്ട് പോകാൻ ശ്രമിക്കുക. അങ്ങനെ ആ മാർക്ക് നമുക്ക് പിടിക്കാൻ പറ്റും. അതിൻ്റെ അകത്ത് ഇനി ഫുള്ള് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു 6 ആണെങ്കിലും അതിൻ്റെ അകത്ത് ഒരു 3 കിട്ടിയാൽ അത് തന്നെ ധാരാളമാണ്. ഓക്കെ, ആ രീതിയിൽ ചെയ്യുക. അങ്ങനെ കുറച്ച് മാർക്ക് പിടിക്കാൻ നോക്കുക. 3ാമത്തെ ടിപ്പ് പറഞ്ഞുതരാം. ജസ്റ്റ് പാസ്സാവുന്നവർക്ക് വേണ്ടിയിട്ട്, ജസ്റ്റ് പാസ്സാവണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ജസ്റ്റ് പാസ്സാവുന്നതെന്ന് പറയാൻ പാടില്ല. ജസ്റ്റ് പാസ്സാവണമെന്ന് ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ജസ്റ്റ് പാസ്സായാൽ മതി അങ്ങനെ വിചാരിക്കുന്നവർക്ക് വേണ്ടി 3ാമത്തെ ടിപ്പ് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര ചോദ്യങ്ങളാണ് എഴുതാൻ ചോദിക്കുന്നത്, അതായത് ഓപ്ഷൻ വിട്ടിട്ടുള്ള ബാക്കിയുള്ളത്, അത്രയും ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങളുടെ പേപ്പറിൽ ഉണ്ടാവണം. അതാണ് പ്രധാനം. മനസ്സിലായ? അപ്പം നമുക്ക് അറിയില്ലെങ്കിലോ നിങ്ങൾ ചോദിക്കും. ഞാനിപ്പം പറഞ്ഞല്ലോ, ഗ്രാഫിൻ്റെ ഉദാഹരണം പറഞ്ഞല്ലോ, എല്ലാ ചോദ്യമൊന്നും അറിയണമെന്നില്ല. നമുക്ക് ആ ചോദ്യം വായിക്കുമ്പോൾ ഒരു ഏകദേശ ധാരണയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അത് എഴുതുക തൽക്കാലം. മനസ്സിലായോ? അത് എഴുതുക. അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് വീഡിയോ ജസ്റ്റ് നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴാലും ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുക. അപ്പം നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. കുറച്ചെല്ലാം ഇൻഫർമേഷൻ നിങ്ങളെ മനസ്സിൽ തങ്ങും. അത് വെച്ചിട്ട് നിങ്ങൾ എഴുതുക. ബൈ ഹാർട്ടൊന്നും പഠിക്കണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് മാർക്ക് നേടാൻ പറ്റും. പാസ്സാവാൻ 100% നിങ്ങൾ പാസ്സാവും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? 3 കാര്യങ്ങളാണ് ഈ ജസ്റ്റ് പാസ് വേണമെന്നുള്ളവർ ചെയ്യേണ്ടത്. 1, നല്ല വൃത്തിക്ക് എഴുതുക. പ്രസൻറ്റേഷൻ ശ്രദ്ധിക്കുക. ആദ്യം തന്നെ തടഞ്ഞു കുത്തി എഴുതാതിരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഓർഡറിൽ എഴുതുക എന്നുള്ളതാണ് ഞാൻ പ്രധാനമായിട്ട് എടുത്തു പറയുന്നത്. ഹാൻഡ് റൈറ്റിങ്ങും അത്യാവശ്യം നല്ല രീതിയിൽ വായിക്കും മനസ്സിലാവുന്ന രീതിയിൽ എഴുതുക. 2ാമത്തെ പോയിന്റ് പറഞ്ഞത് എന്താ? ഏതൊക്കെ മൊഡ്യൂളാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ്. 1ഉം 2ഉം മൊഡ്യൂൾ നന്നായിട്ട് പഠിച്ചിട്ട് പോയാൽ പാസ്സാവും, ഒരു പ്രശ്നവുമില്ല. പിന്നെ ഗ്രാഫ് വന്നാൽ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ലെറ്റർ റൈറ്റിങ്ങും അലോങ് വിത്ത് ലെറ്റർ ഒബ്വിയസ്ലി എന്ത് വരും? CV വരും. ലെറ്റർ റൈറ്റിംഗ് ആൻഡ് CV രണ്ടും ഒരുമിച്ചാണ് വരിക. അപ്പോൾ ഫോർമൽ ലെറ്ററാണ് അവിടെ വേണ്ടത്. യു വിൽ ബി ഏബിൾ ടു റൈറ്റ് ഇറ്റ്, ഐ എം ഷുവർ. ഒന്നും പ്രശ്നമൊന്നുമില്ല. +2ൻ്റെ നോട്ടെങ്കിലും എടുത്ത് നോക്കിയിട്ട് പോകണേ ആ CV എഴുതുന്നത് കേട്ടോ. പരീക്ഷ പോലെ ഇരുന്നിട്ട് കുറിക്കാനിടയാക്കരുത്. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക. പിന്നെ 3ാമത്തെ അല്ലെങ്കിൽ ലാസ്റ്റ് പ്രധാനപ്പെട്ട പോയിൻ്റാണ് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുക. അത് ഈ പറഞ്ഞ പോലെ പഠിക്കണമെന്നില്ല. പഠിക്കാത്തത് നിങ്ങളുടെ ഒരു കോമൺ സെൻസ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏകദേശം ഒരു ഉത്തരം കിട്ടും. നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ എന്താണ് പറയുക, ഈ റീഡിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ നോട്ട് മേക്കിങ്ങിനെ കുറിച്ചൊരു ചോദ്യം വന്നിരിക്കും. ഒരു essay 14 മാർക്കിന് വന്നു. എന്താണ് നോട്ടെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? നോട്ട് മേക്കിംഗ്, നോട്ട് ഉണ്ടാക്കലാണ് എന്ന് മനസ്സിലാവുമല്ലോ അത് കേട്ടാൽ. അപ്പം നോട്ട് മേക്കിംഗ് ഇസ് എ വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് വെരി യൂസ്ഫുൾ സ്കില്ലെന്ന് പറഞ്ഞിട്ട് തുടങ്ങുക. അതിന് തർക്കമൊന്നുമില്ലല്ലോ, പ്രധാനപ്പെട്ടൊരു സ്കില്ലല്ലേ. അങ്ങനെ തൽക്കാലം എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം അവർ പറയുന്ന അത്രയും വേർഡ്സിൽ എഴുതാൻ ശ്രമിക്കുക നമ്മൾ. ഓക്കെ, 150 വേർഡ്സ് ആയിരിക്കും essay വരിക. 200 വേർഡ്സ് അവിടെ ഉണ്ടാവുമെന്ന് കരുതുക. അപ്പോൾ ഒരു 1.5 പേജ് 2 പേജോളം എഴുതേണ്ടി വരും. അപ്പോൾ ആ ലെവലിലൊന്ന് എഴുതാൻ വേണ്ടി ശ്രമിക്കുക, അറിയുന്നത് വെച്ചിട്ട്. ഓക്കെ, അത് ശ്രദ്ധിക്കണം. പിന്നെ പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ് ഞാൻ, ഇത് എല്ലാവരും ശ്രദ്ധിക്കുക. ലാസ്റ്റ് പോയിന്റ്, കോപ്പി അടിക്കരുത് ഒരു കാരണവശാലും. കാരണം ഈ മോഡൽ എക്സാമിന് കോപ്പി അടിച്ച് തുടങ്ങിയാൽ പിന്നെ ലൈഫ് ലോങ് കോപ്പി അടിയായിരിക്കും. ഞാൻ ഈ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മുഴുവൻ ടെക്നീക്സ്, ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ ടെക്നീക്സ് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ 100% പാസ്സാവും. ഒരു ടെൻഷനും അക്കാര്യത്തിൽ വേണ്ട. കോപ്പി അടിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് വരില്ല. കോപ്പി അടിക്കാൻ പോയാൽ, നമ്മൾ കളവ് ചെയ്യാൻ പോയാൽ 100% ഞാൻ പറയുന്നു തോൽക്കും. ഒരു സംശയവും അക്കാര്യത്തിലില്ല. മനസ്സിൽ പോലും ആ കളവ് നിങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല. കോപ്പി അടി തന്നെ കളവാണ്, പറ്റിക്കലാണ്, നമ്മളെ തന്നെ പറ്റിക്കലാണ്, നമ്മളോട് തന്നെ കളവ് കാണിക്കലാണ്. അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കോപ്പി അടിക്കാനായിട്ട് മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ടീംസ് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ജയിക്കാനുള്ളൊരു ചാൻസ് നമ്മൾ തന്നെ ഇല്ലാണ്ടാക്കുന്ന പോലെയാണ്. പിന്നെ യൂണിവേഴ്സിറ്റി എക്സാം, ഫൈനൽ സെം എക്സാമിന് കോപ്പി അടിച്ച് പിടിച്ചു കഴിഞ്ഞാൽ വലിയ ഫൈനും
നിരവധി വർഷങ്ങൾ പരീക്ഷ എഴുതാൻ പറ്റാതെ ഡീവാർ ചെയ്യപ്പെടുന്ന വലിയ ശിക്ഷാ നടപടികളൊക്കെ നേരിടേണ്ടി വരും. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. നാണക്കേട് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മാക്സിമം ഓണസ്റ്റിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. തെറ്റായ വഴിക്ക് പോകേണ്ട ആവശ്യമില്ല. ഉറപ്പായിട്ടും പാസ്സാവും. നിങ്ങൾക്ക് ഞാൻ ഗ്യാരണ്ടി തരുന്നു, ഈ വീഡിയോയിൽ പറഞ്ഞ ടിപ്സ് ഫോളോ ചെയ്താൽ പാസ്സാവും, ഉറപ്പാണ്. പക്ഷേ കോപ്പി അടിക്കാനും പാടില്ല. കോപ്പി അടിച്ചാൽ ഞാൻ ഒരു കാരണവശാലും പാസ്സാവും എന്ന് ഉറപ്പ് പറയാമെന്നില്ല. കോപ്പി അടിക്കുന്നവർ തോക്കുകയേ ചെയ്യുള്ളൂ. അക്കാര്യത്തിലൊരു സംശയവും വേണ്ട. കോപ്പി അടിക്കാതെ കംപ്ലീറ്റ് ഓണസ്റ്റിയോടുകൂടി പോയി കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സാവും. അത് 100% ഞാൻ ഉറപ്പ് പറയാം. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നല്ല ധൈര്യത്തോടു പോയി പരീക്ഷ എഴുതുക, മോഡൽ പരീക്ഷ എഴുതുക. മോഡൽ പരീക്ഷയ്ക്ക് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ മോഡൽ പരീക്ഷയുടെ ചോദ്യ പേപ്പറുകൾ anulal.office@gmail.com എന്ന ഇമെയിൽ ID എനിക്ക് അയച്ചു തരിക. നിങ്ങളുടെ മോഡൽ പരീക്ഷയുടെ ചോദ്യ പേപ്പറുകൾ സ്കാൻ ചെയ്ത് anulal.office@gmail.com എന്ന ഇമെയിലിൽ എനിക്ക് അയച്ചു തരിക. ഇമെയിൽ ID ഇവിടെ കൊടുക്കാം. ഇമെയിൽ ID ഇവിടെ സൈഡിലായിട്ട് ഡിസ്പ്ലേ ചെയ്യാം. ഈ ഇമെയിൽ ID നിങ്ങൾ എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ സ്കാൻ ചെയ്ത് നിങ്ങളുടെ ഫോണിൽ ഫോട്ടോ എടുത്തിട്ടോ അല്ലെങ്കിൽ സ്കാൻ ചെയ്തിട്ടോ എനിക്ക് അയച്ചു തരണം, മറക്കാതെ. എന്നാൽ അതിൻ്റെ ഉത്തരം നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ ലൈവിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റും. പരീക്ഷയുടെ അടുത്ത് വരുന്ന ശനിയാഴ്ച ഒരു ലൈവ് സെഷൻ വെക്കാമെന്ന് വിചാരിക്കുന്നു. വരുന്ന ശനിയാഴ്ച ഏകദേശം വൈകിട്ട് 6:30-ക്കും 7:30-ക്കും ഇടയിൽ ഒരു ലൈവ് സെഷൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അപ്പോഴത്തേക്ക് ഈ ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് നമുക്ക് ആൻസേഴ്സൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എല്ലാവരും അയച്ചോളൂ. കാരണം ഓരോ കോളേജിലും ഡിഫറെൻ്റ് ആയിരിക്കും ചിലപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതുകൊണ്ട് യൂസ്ഫുള്ളായിരിക്കും, മറ്റുള്ളവർക്ക് യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഇമെയിൽ ID ക്വസ്റ്റ്യൻസ് അയക്കാൻ മറക്കരുത്. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ.